നന്മ മരങ്ങളെ പറ്റിയുള്ളൊരു വീഡിയോ ആണിത്. നമുക്കറിയാം, ഇപ്പം നന്മ മരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ അനേകം നന്മ മരങ്ങളുണ്ട്. ഈ നന്മ മരങ്ങളുടെ എല്ലാം പൊയ്മുഖങ്ങൾ ഇപ്പോൾ അഴിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടം കൂടിയാണ്. ഈ അടുത്തിടെ പൊയ്മുഖം അഴിഞ്ഞു വീണ ഒരു നന്മ മരത്തെ പറ്റിയാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് പരാമർശിക്കുന്നത്. ഫിലിപ്പ് മമ്പാട് എല്ലാവരും കേട്ടിട്ടുണ്ടാവണം. ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ സ്പീക്കറാണ്, കൗൺസിലിംഗ് നടത്തുന്നു. അതുപോലെ തന്നെ സമൂഹത്തെ, മനുഷ്യരെ പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ യുവതിയുവാക്കളെ ഏറ്റവും നല്ല മാർഗത്തിലേക്ക് നയിക്കുന്ന നല്ലൊരു മാർഗദർശിയായിട്ട് പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന ഒരു പേരാണ് ഫിലിപ്പ് മമ്പാട്. അദ്ദേഹം നിലമ്പൂരുകാരനാണ്, മലപ്പുറംകാരനാണ്. മുൻ പോലീസ് ഓഫീസറായിരുന്നു. വോളണ്ടിയർ റിട്ടയർമെൻ്റ് എടുത്തതിന് ശേഷം അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഉള്ള മോട്ടിവേഷൻ പരിപാടിയൊക്കെ ആയിട്ട് നടക്കുന്നു. എല്ലാവരുടെയും മുമ്പിൽ വളരെ ഒരു നന്മ മരമായിട്ടും എല്ലാവർക്കും നല്ലൊരു മോട്ടിവേഷൻ നൽകുക, നല്ല മാർഗനിർദ്ദേശങ്ങൾ, അതോടൊപ്പം തന്നെ സമൂഹത്തിൽ വളരെ ചാരിറ്റി, ഇത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങി നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഏതായാലും ഈ അടുത്തിടെ എല്ലാവരും ആ വാർത്തയിൽ അറിഞ്ഞു കാണും. ഒരു പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ കൊണ്ട് ദുരുപയോഗം ചെയ്തു എന്നൊരു കേസിൽ ഇപ്പോൾ അകത്തായിരിക്കുന്ന ഒരു സംഭവം. അത് ആദ്യമൊക്കെ പലരും സംശയിച്ചു, ഇനി ഇദ്ദേഹത്തെ ആരെങ്കിലും മനഃപൂർവ്വം കുടുക്കിയതാണോ എന്നൊക്കെ. പക്ഷേ അത് അങ്ങനെയല്ല എന്നുള്ളത് ഇപ്പോൾ ഏകദേശം പൊതുവെ എല്ലാവർക്കും തന്നെ ബോധ്യമായി കഴിഞ്ഞു. കാരണം അതിൻ്റെ ആ നാൾ വഴികളും അതിലെ സാഹചര്യങ്ങളും അതിനകത്ത് വന്നിരിക്കുന്ന കാര്യകാരണങ്ങളും എല്ലാം വിശദമായിട്ട് ഓരോരുത്തരും മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ നന്മ മരം എന്നത് ശരിക്കും ഒരു ചീമുട്ടയാണ് എന്നുള്ളത് ഇപ്പോൾ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. പലപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. നമ്മളിപ്പം ഈ ഒരു വ്യക്തിയെ മാത്രം പറയുകയല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ പൊതുസമൂഹത്തിൽ കാണുന്ന പല നന്മ മരങ്ങളെയും ശരിക്ക് എടുത്ത് ചകഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പലതും ചീമുട്ടകൾ തന്നെയാണ്. പലപ്പോഴും അത് അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഈ അറിയാനായിട്ട് പൊതുസമൂഹം അതിനകത്തേക്ക് ഇറങ്ങിത്തിരിക്കുന്നില്ല, അല്ലെങ്കിൽ തിരിക്കണമെന്ന് താല്പര്യമുള്ളവരാരും ഈ നന്മ മരത്തിൻ്റെ അടുത്ത് പോയി അത് ചകയുന്നില്ല എന്ന് മാത്രം. ഇത്തരം നന്മ മരങ്ങളുടെ ചുറ്റും കൂടുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും സാധുക്കളാണ്. വെറും സാധുക്കൾ എന്ന് പറഞ്ഞാൽ സാധുക്കളിൽ സാധുക്കൾ എന്ന് പറയാം. അങ്ങനെയാണ്. സാധുക്കൾ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമല്ല ഉദ്ദേശിച്ചത്. അതായത് അവർക്ക് സാമാന്യ ബോധം, സാമാന്യ അറിവ്, അല്ലെങ്കിൽ ഈ സമൂഹം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിനെപ്പറ്റി യാതൊരുവിധ ബോധവും ഇല്ലാത്തവരാണെന്ന് തന്നെ പറയാം. അങ്ങനെയുള്ളവരാണ് കൂടുതലും. ഇല്ലാതൊന്നും പറയുന്നില്ല. ഇപ്പം ഇതിനകത്ത് നമ്മളാരും വലിയ കേമൻ എന്നുള്ള രീതിയിലല്ല ഈ പറഞ്ഞു വരുന്നത്. പക്ഷേ മനുഷ്യനെ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ അമാനുഷിക ശക്തി എന്നൊന്ന് പറയുന്നത് ഇല്ല. വളരെ ആണയിട്ട് പറയുന്ന അമാനുഷിക ശക്തി എന്ന് പറയുന്നത് ഒരു മനുഷ്യനും ഈ ഭൂമിയിലില്ല. അതൊക്കെ വെറുതെ പറയുന്നതാണ്. ചിലർ പറയും അയാൾക്ക് ഭയങ്കര അമാനുഷിക ശക്തിയുണ്ട്, ഭയങ്കര സിദ്ധിയുണ്ട്, അല്ലെങ്കിൽ ഭയങ്കരമായ അറിവുണ്ട് എന്നൊക്കെ. അറിവിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ട്. അറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, അതായത് ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ആ അറിവിലുള്ള വേരിയേഷൻസ് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ പ്രത്യേകിച്ച് അറിവുകളൊന്നും ഒരാൾ ഭയങ്കര അറിവിൻ്റെ വലിയ നിറകുടം അങ്ങനെയൊന്നൊന്നുമില്ല. ചെറിയ ചെറിയ വേരിയേഷൻസ് അത്രയൊക്കെ ഉള്ളൂ. അത് ഈ സാമാന്യ ബോധത്തിൽ നിന്നും അതുപോലെ തന്നെ ശാസ്ത്രീയപരമായിട്ടുള്ള ചില വിശകലനങ്ങളിൽ നിന്നും ഒക്കെ കിട്ടുന്ന ചില തിരിച്ചറിവുകൾ, ആ ഒരു അറിവ് മാത്രമേ മനുഷ്യർക്കുള്ളൂ. അത് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് പലരും അത് പോസിറ്റീവായിട്ട് എടുക്കുമ്പോൾ വളരെ ചില ആൾക്കാർ അത് മറ്റൊരു ബിസിനസ് മൈൻഡിലേക്ക് മാറ്റുന്നു. ആ ബിസിനസ് മൈൻഡിലേക്ക് മാറ്റിയിട്ട് ഇങ്ങനെയുള്ള സാധുക്കളായിട്ടുള്ള ആൾക്കാരെ ചൂഷണം ചെയ്യുന്നു. മറ്റു വിഷയത്തിലേക്ക് കാട് കയറുന്നില്ല, പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. നമുക്കറിയാം, ഫിലിപ്പ് മമ്പാട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മോട്ടിവേഷൻ പരിപാടിയും അതുപോലെ തന്നെ കൗൺസിലിങ്ങും അത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അദ്ദേഹം അത് നല്ല രീതിയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നു. നല്ല സാമ്പത്തിക വരുമാനവും ഒക്കെ നമുക്കറിയാമോ. ഒരു പോലീസ് ഓഫീസർ വോളണ്ടിയർ റിട്ടയർമെൻ്റ് എടുത്തിട്ട് ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അതൊരു പാഷനായിരുന്നു ഒന്നത്. രണ്ടാമത് അദ്ദേഹം ഇതിനേക്കാൾ കൂടുതൽ വരുമാനം, അതായത് ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിലുള്ളതിനേക്കാൾ കൂടുതൽ വരുമാനം ഈ ഫീൽഡിൽ ഉണ്ടാക്കാം എന്ന് അദ്ദേഹം കണ്ടിരുന്നു. അത് അദ്ദേഹം ശരിക്കും വിജയിപ്പിക്കുന്നുണ്ടായിരുന്നു താനും. പക്ഷേ ഇതിനകത്ത് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ ഈ സാധുക്കളിൽ സാധുക്കൾ,
അതായത് ഇന്നിപ്പോൾ സമയം നട്ടുച്ചയ്ക്കാണെങ്കിൽ പോലും കൂടെ ഇപ്പോൾ പറയുകയാണ്, ഈ നട്ടുച്ച എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു തോന്നലാണ്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് നട്ടപ്പാതിരയാണ് എന്ന് ഇതുപോലുള്ള ആളുകൾ പറയുമ്പോൾ അത് അങ്ങനെ തന്നെയാണ് എന്ന് അപ്പടി വിശ്വസിക്കുന്ന ചില സാധുക്കളുണ്ട്. അത് ഇത്തരം സിദ്ധന്മാരുടെ അടുത്തും ഒക്കെ അടിമകളായിട്ട് വരുന്ന ഈ സമൂഹത്തിന് സംഭവിക്കുന്ന ഒരു അപജയമാണ്. അപ്പോൾ അങ്ങനെ ഒരു സാധു കുടുംബത്തിലെ ഒരു കുട്ടി, ആ കുട്ടിക്ക് എന്തൊക്കെയാണ് ചെറിയ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഇപ്പോഴത്തെ ചില കുട്ടികൾക്കൊക്കെ വരുന്ന ചില മാനസിക ശാരീരികമായിട്ടുള്ള ചില എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഇത്തരം സിദ്ധന്മാരുടെയൊക്കെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്ന ഈ സാധുക്കൾക്ക് പറ്റുന്ന അപകടമാണ് ഈ പറഞ്ഞു വരുന്നത്. സ്വാഭാവികമായിട്ട് ഇദ്ദേഹത്തിനായിട്ട് ബന്ധപ്പെട്ടു ഇദ്ദേഹത്തിൻ്റെ ഈ കുട്ടിയെ കണ്ടപ്പോൾ തന്നെ ഇദ്ദേഹം എല്ലാം റെഡിയാക്കാം, ഞാനിപ്പോൾ ശരിയാക്കാം എന്ന് പറഞ്ഞ് അവരെ ആ കുട്ടിയുടെ മാതാപിതാക്കളെ കൺവീനിയൻസ് ചെയ്യിച്ചു. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിർത്തണം എന്ന് ഇദ്ദേഹം വാശി പിടിച്ചു. സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തെ അവർ വിശ്വസിച്ചു, ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിർത്തി. കാരണം ഇദ്ദേഹത്തിൻ്റെ അമ്മയുണ്ട്, വേലക്കാരിയുണ്ട്. സ്വാഭാവികമായിട്ട് അവിടെ നിർത്തി. എന്നാൽ ഈ മാതാപിതാക്കൾ ചിന്തിക്കേണ്ടതായിരുന്നു, 16 വയസ്സായ ഒരു പെൺകുട്ടിയാണ്, ഇയാൾ എത്ര വലിയ കേവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളൊരു പുരുഷനാണ്, തന്നെയല്ല ഇദ്ദേഹം ഭാര്യയായിട്ട് അകന്നു കഴിയുക കൂടിയാണ്. അപ്പോൾ ഈ സത്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണമായിരുന്നു. ഇയാൾ പറയുന്നത് മാത്രം അപ്പാടെ വിഴുങ്ങുന്ന, അതാ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ്, വെറും എന്താ പറയുക, യാതൊരു ബോധവും ഇല്ലാത്ത ചില സാധുക്കൾ എന്ന് പറഞ്ഞ ആ ഒരു ഭാഗം അതാണ്. അവസാനം എന്തുവേണ്ടി ഇയാൾ ആ കുട്ടീനെ കൊണ്ട് പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി കാസർഗോഡ് കൊണ്ടായിട്ട് പീഡിപ്പിച്ചു. അതാണ് സംഭവം. അത് പിന്നീട് പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പുറത്തൊന്നും ആരെയും അറിയിച്ചില്ല. കുട്ടിയോട് പറഞ്ഞു, ഒരു കാരണവശാലും പറയരുത്, പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ സകല ഇഷ്യൂസും എൻ്റെ കയ്യിലുണ്ട്, ഞാൻ ആരാണെന്ന് നിനക്കറിയാവോ, ആ രീതിയിൽ ഒരു ഭീഷണിയും മറ്റൊരു രീതിയിൽ അത് ഇത്തരക്കാരുടെ കയ്യിലിരിക്കുന്ന ചില നമ്പറുകളാണ്. അതായത് മറ്റൊരു രീതിയിൽ പറഞ്ഞു, നീ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജീവിച്ചിരിക്കില്ല. അതൊരു സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പദ്ധതിയാണ് ഇത്തരക്കാരുടെ. അത് തന്നെ ഈ വിഷയം പുറത്തറിഞ്ഞു കഴിഞ്ഞപ്പോൾ, ഈ വിഷയം പുറത്തറിയുന്ന ഈ കുട്ടിയുടെ കൂട്ടുകാരികളോട് വളരെ സ്വകാര്യമായി പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും സ്കൂളിൽ ടീച്ചറിന് സംശയം തോന്നി. ടീച്ചർ സ്കൂളിലെ കൗൺസിലിങ്ങിന് വിട്ട്, കൗൺസിലിങ്ങിൻ്റെ ഭാഗമായിട്ട് ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി. എന്തായാലും അതോടുകൂടി കേസായി, പുറംലോകം അറിഞ്ഞു. അതിനു മുമ്പ് ഇത് പുറംലോകം അറിയുമെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇയാൾ എന്ത് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കുട്ടിയുടെ പേരൻസിനെ ചെന്ന് കണ്ട് കാല് പിടിച്ച് എന്നവണ്ണം ഇത് ഒത്തുതീർപ്പാക്കാനായിട്ട് ശ്രമിച്ചു. എത്ര വേണമെങ്കിലും സാമ്പത്തികം തരാം, നിങ്ങൾ ഒരിക്കലും പുറത്തു പറയരുത്. ഇനി അതിനേക്കാൾ ഉപരി ഇയാൾ കാണിച്ചൊരു തന്ത്രം എന്ന് പറയുന്നത്, അതാണ് ഇത്തരക്കാരുടെ കയ്യിലിരിക്കുന്ന ചില ചെപ്പടി വിദ്യകൾ. ഇയാളൊരു ചെറിയ ഒരു കുപ്പി മരുന്ന് പോലെ എന്തോ കൊണ്ടുചെന്നിട്ട് കാണിച്ചിട്ട് പറഞ്ഞു എന്നാണ് പറയുന്നത്, ഇത് സയനൈഡാണ് ഈ സാധനം. നിങ്ങളിത് ആരോടെങ്കിലും, നിങ്ങളല്ലാതെ ഈ ഭൂമിക്ക് മുകളിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയോട് നിങ്ങളിത് അറിഞ്ഞു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം ഞാനിത് കഴിക്കും, ഞാൻ ഇല്ലാണ്ടാവും. അതായത് അയാൾ സ്വയം മരിക്കുന്നേ പറഞ്ഞുള്ളൂ, അല്ലാതെ ഇവർക്ക് കൊടുക്കുന്നല്ല പറഞ്ഞത്, ഞാൻ ഇല്ലാണ്ടാവും. അപ്പോൾ അത് ഞാൻ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയും മക്കളുമൊക്കെ ഞാനുമായിട്ട് അകന്നു കഴിയുകയാണെന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. എൻ്റെ പ്രായമായ അമ്മയ്ക്ക് പിന്നെ ആരും ഇല്ലാണ്ടാവും. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞ് അവരുടെ കാല് പിടിച്ച്, അതായത് അവരുടെ ആ ഒരു സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ട് അവരതിൽ വീണു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടിയിരുന്നത്. കാരണം അവർ ഈ വിഷയം ഇതിനു മുമ്പ് തന്നെ അറിഞ്ഞിരുന്നതായിട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് കാര്യങ്ങൾ അറിഞ്ഞു വരുമ്പോൾ വരുന്നത്. എന്താണെങ്കിലും ഇപ്പോൾ അയാൾ അകത്തായി. ആ വിഷയം ഞങ്ങൾ പറഞ്ഞു വരുന്നത് വേറൊരു പോയിന്റിലേക്കൂടെയാണ്. ഇപ്പോൾ അയാൾ അകത്തായി കഴിഞ്ഞപ്പോഴത്തേക്കും അയാളുടെ മുമ്പുണ്ടായിരുന്ന ഭാര്യ, അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ, മുമ്പുണ്ടായിരുന്ന ഭാര്യയെ ഇപ്പോൾ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നു. അവർ വന്നിട്ട് സോഷ്യൽ മീഡിയയിലൂടെയാണ് അവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 10, 22, 23 വർഷമായി ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് ജീവിക്കുന്നത്, ഇപ്പോഴും ഒരുമിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. ഞങ്ങളുടെ ഇടയിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ കുടുംബമല്ല, ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടാവും, അത് ആരുടെ ഇടയിൽ ഉണ്ടാവാതിരിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരൊരു ന്യായീകരിച്ച് അവരുടെ ഭർത്താവിന് വേണ്ടിയിട്ട് കരഞ്ഞു മെഴുകുന്ന രീതിയിൽ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകള്, അത് ഒരു ചെറിയൊരു കുട്ടിയാണ്, ഒരു 10, 15, 16 വയസ്സേ ഉള്ളൂ എന്ന് തോന്നിക്കുന്നു കണ്ടിട്ട്. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്? അതായത് ഇയാളുടെ ഭാര്യ 2020 തന്നെ കുടുംബ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരുന്നു.
ആ കേസിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇയാൾ ഭയങ്കര നികൃഷ്ടനാണ്, കേസിൻ്റെ ബലത്തിന് വേണ്ടിയിട്ട് കൂടിയായിരിക്കാം. എന്തായാലും വെറുതെ കൊണ്ട് കേസ് കൊടുക്കില്ല, അവർക്കൊരു രീതിക്ക് യോജിച്ച് ജീവിച്ചു പോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് സ്വാഭാവികമായിട്ട് കേസ് ഫയൽ ചെയ്യുന്നത്. അതിൽ ക്ലിയറായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഒരു രീതിക്ക് ഇയാളുമായിട്ട് യോജിച്ച് ജീവിച്ചു പോകാൻ പറ്റാത്ത അത്ര സ്വഭാവ ദൂഷ്യത്തിന് ഉടമയാണ് എന്ന് ഇവർ തന്നെ അഫിഡാവിറ്റാ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കറിയാം കുടുംബ കോടതിയിലെ ഒരു കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എമർജൻസി ഉള്ളതാണെങ്കിൽ മാത്രമേ കുടുംബ കോടതി പെട്ടെന്ന് ഡിവോഴ്സ് അനുവദിച്ചു കൊടുക്കുകയുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് കുറച്ച് ട്രയൽ നീളും. പ്രത്യേകിച്ച് കുട്ടികളുടെ മെയിൻ്റനൻസ്, അതോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലും സാമ്പത്തിക വിഷയങ്ങളൊക്കെ ഇവരുടെ പ്രശ്നങ്ങളിൽ പിന്നെ ഫാമിലി ലൈഫിലൊക്കെ ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളെല്ലാം തീർപ്പാക്കാനൊക്കെ ആയിട്ട് കോടതിയുടെ നടപടികൾ കുറേ വർഷങ്ങൾ ചിലപ്പോൾ നീണ്ടു പോകാറുണ്ട്. അപ്പം ഇതിനകത്ത് സംഭവിച്ചത് ഈ 2020 ഡൈവേഴ്സ് പെറ്റീഷൻ കൊടുത്തിരുന്നെങ്കിൽ 2024 ഇവരുടെ ഡൈവേഴ്സ് പെറ്റീഷൻ അനുവദിച്ചു കൊടുത്തിരിക്കുന്നു. OP നമ്പർ 743/2024 പ്രകാരം ഇവരുടെ ഡൈവേഴ്സ് അനുവദിച്ച, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഭാര്യയെ അല്ല ഭർത്താവും അല്ലാണ്ടായിരിക്കുകയാണ്. അതിനു മുമ്പ് തന്നെ ഡൈവേഴ്സ് അനുവദിച്ച് കിട്ടുന്നതിന് മുമ്പ് തന്നെ ഈ സ്ത്രീ, അന്ന് ഇവരുടെ പേര് ഡോളി എന്നായിരുന്നു, ഇവർ അടിവാരത്തുള്ള മറ്റൊരു പുരുഷനുമായിട്ട് ചേർന്ന് ലിവിങ് ടുഗദറായിട്ട് താമസിച്ചു വരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയുള്ള സ്ത്രീയാണ് വന്നിട്ട് പറയുന്നത് ഞാൻ എൻ്റെ ഭർത്താവുമായിട്ട് യോജിച്ച് ജീവിക്കുകയാണ് എന്നുള്ളത്. അതിപ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും സ്വത്തിന് വേണ്ടിയിട്ടോ, കാരണം ഇപ്പം ഓൾറെഡി ഫിലിപ്പ് മമ്പാടി ഭാഗത്തായാലോ പോക്സോ കേസാണ്, മിക്കവാറും ഒരു 10-25 വർഷം എങ്കിലും ശിക്ഷ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അയാളുടെ സ്വത്തിൽ കണ്ണ് വെച്ചുകൊണ്ടായിരിക്കും. ഇനി അതും അല്ലെങ്കിൽ അയാളിൽ നിന്നുള്ള 2 കുട്ടികൾ ഇവർക്കും ഉണ്ടല്ലോ. അപ്പോൾ കുട്ടികളുടെ ഭാവിയൊക്കെ കരുതിയൊക്കെ ആയിരിക്കും. പക്ഷേ എത്രയൊക്കെ ആണെങ്കിലും അതൊരു നല്ല മാർഗ്ഗമല്ലല്ലോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ത്രീ ചെയ്യുന്നത് ഏത് രീതിയിലാണെങ്കിലും അതൊരു നല്ല കാര്യമല്ല. കാരണം അവർ കൃത്യമായിട്ടും അവർ രേഖാമൂലം പറഞ്ഞിരിക്കുന്നതും എല്ലാം ഇവിടെ എവിഡൻസ് സഹിതം കിടക്കുമല്ലേ. അങ്ങനെ അവർ ഡൈവോഴ്സ് വാങ്ങിപ്പോയ ഒരു സ്ത്രീ പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അവകാശപ്പെട്ട് വരുമ്പോൾ, അതും ഇവരുടെ സ്വന്തം മകളെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. ആ മകളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ കൂടി ആ മകൾക്ക് നിങ്ങൾ എന്ത് സന്ദേശമാണ് നൽകുന്നത്? ആ മകള് നിങ്ങളെ തന്നെയല്ലേ കണ്ടുപിടിച്ചിരുന്നത്, അയാളുടെ മാത്രം മകളല്ലല്ലോ, നിങ്ങളുടെ കൂടി മകളാണ്. അതുകൊണ്ട് ആ ഡോളി എന്ന് പറയുന്ന ആ സ്ത്രീ, അവരിപ്പോൾ അവരുടെ പേര് മാറി കേട്ടോ, ഇപ്പോൾ ഈസ ജോസഫ്. കാരണം ഡൈവോഴ്സൊക്കെ വാങ്ങി ഇവർ വേറെ അടിവാരത്തുള്ള ഒരു, ശരിക്കും പറഞ്ഞ റെജി സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരാളോടൊപ്പമാണ് ഇപ്പം ജീവിക്കുന്നത്. അയാളൊരു നല്ല മനുഷ്യനായിട്ടാണ് തോന്നിക്കുന്നത്. അയാൾക്ക് പ്രത്യേകിച്ച് ബിസിനസ്സൊന്നുമില്ല, ഇവർ വലിയ ബിസിനസ്സുകാരി എന്നൊക്കെയാണ് അവകാശപ്പെടുന്നത് സോഷ്യൽ മീഡിയയിൽ. ബിസിനസ്സൊന്നുമില്ല, ഒരു 3-4 പശുക്കളൊക്കെ വളർത്തി വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ ജീവിച്ചു പോകുന്നു. അത്തരം കാര്യങ്ങളേ ഉള്ളൂ. അവരുടെ താമസ സ്ഥലവും വീടും പശുത്തൊഴുത്തും എല്ലാം കാണാതായിരുന്നു. എന്തൊക്കെയാണെങ്കിലും ശരി, ഇവർ ഈ മകൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇവരുടെ 2 പിള്ളേരുണ്ട്, ആ 2 പിള്ളേർക്ക് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നത്. അതല്ലെങ്കിൽ ഇവരുടെ വക്കീൽ പറഞ്ഞു കൊടുത്ത പോയിൻ്റ് ആയിരിക്കാം. പല വക്കീലന്മാരും ഉണ്ടല്ലോ കേസ് ജയിക്കാൻ വേണ്ടിയിട്ട് പല പൊട്ടത്തരങ്ങളും കള്ളത്തരങ്ങളും പറഞ്ഞു പഠിപ്പിക്കുന്ന പല വക്കീലന്മാരും ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊതുസമൂഹത്തിൻ്റെ അല്ലെങ്കിൽ വ്യക്തികളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നിയമങ്ങളും നീതികളും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഉണ്ടാവേണ്ടതും. പക്ഷെ പലപ്പോഴും അത് മിസ്യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ആ വക്കീലിൻ്റെ നിർദ്ദേശപ്രകാരമൊക്കെ ആയിരിക്കും ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ബൈറ്റൊക്കെ കൊടുത്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നിങ്ങൾ പൊതുസമൂഹത്തിലേക്ക് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ പൊതുസമൂഹം നിങ്ങളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യും. നിങ്ങളിലെ വൈരുദ്ധ്യങ്ങൾ പൊതുസമൂഹം ചൂണ്ടിക്കാണിക്കും. എന്താണെങ്കിലും ശരി, ആ ചേച്ചിന്ന് അല്ലെങ്കിൽ ശരി ആ സഹോദരി എന്ന് തന്നെ എനിക്ക് പറയാനായിട്ട് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെയുള്ള നാടകമൊക്കെ ഒരു സ്ത്രീകളും ചെയ്യരുത്. കാരണം ഇതൊക്കെ സമൂഹത്തിന് നൽകുന്ന ഒരു മോശപ്പെട്ട സന്ദേശമാണ് എന്ന് മാത്രമാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ഇനി പൊതുസമൂഹത്തിനോട് എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ നന്മമരങ്ങളുടെ പുറകെ ദയവായി പോകാതിരിക്കുക. ഈ ഭൂമിയിൽ അങ്ങനെ ഒരു നന്മമരവും ഇല്ല. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളെപ്പറ്റി എന്തെങ്കിലും അറിയണം ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ അത് ശരിക്കും സയൻസ് പരമായിട്ട് അല്ലെങ്കിൽ സയൻറ്റിഫിക്കായിട്ട് പഠിച്ചിട്ടുള്ള വ്യക്തികളുടെ മുമ്പിൽ പോവുക. ഹോസ്പിറ്റലുകളിൽ നല്ല ഡോക്ടർമാരെ, നല്ല സൈക്കോളജിസ്റ്റുകളെ, നല്ല സൈക്കാട്രിസ്റ്റുകളെയൊക്കെ കാണുക. അതൊന്നും ഒരിക്കലും തെറ്റല്ല, നല്ലത് തന്നെയാണ്. അല്ലെങ്കിൽ ഇത് മറ്റുള്ളവരെ അറിഞ്ഞു കഴിഞ്ഞാൽ മോശമാകും എന്ന് ചിന്തിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. ഏത് വലിയ കാര്യം, നമ്മളാരും പൂർണ്ണരല്ല, അതാദ്യം മനസ്സിലാക്കുക. നമ്മളാരും പൂർണ്ണരല്ല. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും
എത്ര വലിയ ഉന്നത സ്ഥാനത്തിരിക്കുന്നവരാണെങ്കിൽ, എത്ര ചെറിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കാണെങ്കിൽ ശരി, പോരായ്മകളുണ്ട്. അത് ശരീരത്തിന് മാത്രമല്ല, മനസ്സിനും കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആ പോരായ്മകൾ പരിഹരിക്കാനായിട്ടുള്ള ഇവിടെ നിലവിലുള്ള സംവിധാനങ്ങളനുസരിച്ചിട്ട് ഏറ്റവും നല്ല സംവിധാനത്തിൽ നമ്മൾ പോയി അഭയം പ്രാപിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതല്ലാതെ ഇത്തരം നന്മമരങ്ങളും ഇത്തരം ഉപദേശങ്ങളും സിദ്ധന്മാർ, അച്ഛന്മാരും ഉസ്താദുമാരും ഇതൊക്കെ നമ്പർ 1 തട്ടിപ്പ് തന്നെയാണ്. ഇത് കേൾക്കുന്ന പലർക്കും ഇപ്പം നെറ്റിന് ഒളിവായിരിക്കും, എന്നോട് ചീത്ത പറയാൻ തോന്നുമായിരിക്കും, അല്ലെങ്കിൽ ഈ ചാനലിൻ്റെ അടിയിൽ വന്ന് നിങ്ങൾ തെറി പറയാതിരിക്കുക. അത് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്താൽ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഈ പറയുന്ന ഒരൊറ്റ വിഭാഗം ചെയ്യുന്നതിന് കടുക് മണിയോളം പോലും സത്യമില്ല. അതാണ് അതിനകത്തുള്ള വാസ്തവം. അത് ഈ വിഭാഗത്തിൽപ്പെട്ട ആര് ചെയ്തു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഗുണമുണ്ടെങ്കിൽ അത് ശാസ്ത്രീയപരമായി പഠിച്ചിട്ടുള്ളവർക്ക് മാത്രമേ അത്തരം കാര്യങ്ങൾ പരിഹരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ശാസ്ത്രീയപരമായി പഠിച്ചിരിക്കുന്നവരെന്ന് പറയുന്നത് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നല്ല സൈക്കോളജിസ്റ്റുകൾ, നല്ല സൈക്കാട്രിസ്റ്റുകൾ, അതുപോലെ മറ്റു രോഗങ്ങൾക്കാണെങ്കിൽ മറ്റു ഡോക്ടേഴ്സ്. അതല്ലാതെ ഒരു സിദ്ധൻ്റെ അടുത്തും ഒരു ഗുണവുമില്ല, കടുക് മണിയോളം പോലും ഗുണമില്ല. അത് സിദ്ധനായിക്കോട്ടെ, ഉപദേശിയായിക്കോട്ടെ, പള്ളിയിൽ അച്ഛന്മാരായിക്കോട്ടെ, പള്ളി കൗൺസിലർമാരായിക്കോട്ടെ, ഇനി ഉസ്താദുമാരായിക്കോട്ടെ, ആര് തന്നെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി, നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം, ഈ പറയുമ്പോൾ കേൾക്കുമ്പോൾ അരോചകമുണ്ടായിരിക്കാം, നിങ്ങളുടെ നെറ്റി ചുളിയുമായിരിക്കാം, അതല്ലെങ്കിൽ എന്നെ ചീത്ത പറയണമെന്ന് തോന്നുമായിരിക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഈ ശാസ്ത്രീയം എന്ന് പറയുമ്പോൾ മറ്റൊരു തെറ്റിദ്ധാരണ കൂടെ ഉണ്ട് ഇപ്പോൾ പൊതുസമൂഹത്തിൽ. അതായത് പക്ഷിശാസ്ത്രീയമാണ്, അതുപോലെ തന്നെ ഗൗളിശാസ്ത്രമാണ്, ഹസ്തരേഖാശാസ്ത്രമാണ്. ഇതിങ്ങനെ കുറേ ശാസ്ത്രങ്ങളുണ്ട്. അതുപോലെ തന്നെ കന്നിമൂലശാസ്ത്രം, അങ്ങനെ കുറേ ശാസ്ത്രങ്ങൾ. ഇതൊന്നും ശാസ്ത്രങ്ങളല്ല. ശാസ്ത്രം എന്ന് ഇതിനെ എല്ലാത്തിനെയും കൂടെ ദൈവശാസ്ത്രം, അങ്ങനെ കുറേ ശാസ്ത്രങ്ങൾ. ഇതൊന്നും ശാസ്ത്രങ്ങളല്ല. ശാസ്ത്രം എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പക്കാ സയൻസാണ്. ആ സയൻസ് പരമായിട്ട് പഠിച്ചു വന്നിരിക്കുന്ന ആളുകളെയാണ് നമ്മൾ ഈ പറഞ്ഞ ശാസ്ത്രീയമായിട്ട് പഠിച്ചു വന്നിരിക്കുന്നു എന്ന് പറയുന്നത്. അല്ലാതെ ശാസ്ത്രം എന്തെങ്കിലും വാക്കുകളോടൊപ്പം ശാസ്ത്രം എന്ന് ചേർത്തത് കൊണ്ട് അത് ശാസ്ത്രമാവില്ല, ശാസ്ത്രീയവും ആവില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിനകത്ത് കുറേ കൂടി പൊതുസമൂഹം ഒരു അവധാനതയോടുകൂടി കാണുക. ഈ നന്മമരങ്ങളുടെ പുറകെ പോകാതെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് എത്ര അറിവില്ലാത്തവരാണെങ്കിൽ പോലും കൂടെ നിങ്ങൾ ഏതെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ ഹോസ്പിറ്റലായിട്ടുള്ള ബന്ധപ്പെട്ട ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇതുപോലെ തന്നെ പഠിച്ചു വന്നിരിക്കുന്നത് അവരുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ നീക്കുക. അവരും പൂർണ്ണ ആണ് എന്നല്ല പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ ഇവിടുത്തെ സംവിധാനം അനുസരിച്ച് നമ്മുടെ മുമ്പിലുള്ള വഴി അത് മാത്രമേ ഉള്ളൂ. അതിലുള്ളതിൽ നല്ല മാർഗം തിരഞ്ഞെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ബാക്കിയുള്ള വഴികളൊക്കെ വെറും കെട്ടുകാഴ്ചകൾ മാത്രമാണ് എന്ന് മാത്രം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. എല്ലാവർക്കും നന്ദി.